മേഖലയിൽ പനി വ്യാപകമാകുന്നു. ദിവസേന നൂറുകണക്കിന് രോഗികളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. വൈറൽ പനിയും വ്യാപകമായിട്ടുണ്ട്. ശരീരവേദനയും തലവേദനയും കഫക്കെട്ടുമാണ് രോഗലക്ഷണങ്ങൾ. ഡെങ്കിപ്പനിയും എലിപ്പനിയും കിഴക്കൻ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലിപ്പനി ബാധിച്ച് തലവൂർ ചാമല കോളനിയിൽ വിൽസൺ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. കൊതുക് നശീകരണം വഴി മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി പടരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ബോധവത്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. അതേസമയം വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും കൊതുക് നശീകരണം വഴി രോഗത്തെ പ്രതിരോധിക്കാനും ആരോഗ്യവകുപ്പ് കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് മേഖലകളിൽ നിന്നുള്ള പനിബാധിതരെല്ലാം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയെയാണ്. സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചിരുന്നവർ പോലും ഇപ്പോൾ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിലാണ് എത്തുന്നത്. ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയായി പുനലൂർ താലൂക്ക് ആശുപത്രി മാറിയതോടെയാണ് ഇവിടെ എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.